അപ്പോൾ അടുത്തതായി മലയാളി മാരിനെയും മങ്കയെയും തിരഞ്ഞെടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഐറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ മത്സരാർത്ഥിയെ ഇങ്ങോട്ട് വിളിക്കാം. അനു, തനിക്ക് ഒരു ദിവസം എന്തും ചെയ്യാൻ ഒരു പവർ കിട്ടിയെന്ന് കരുതുക. എന്താണ് താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം? ഓക്കെ, പറയൂ. ബഹുമാനപ്പെട്ട അധ്യാപികൻ, പ്രിയ സഹപാഠികളെ, എൻ്റെ സുഹൃത്തുക്കളെ, വാസു, എനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞാൽ വളരെ ശാന്തിയും സമാധാനമുള്ളൊരു ലോകമാണ്. യുദ്ധമില്ലാത്ത, കള്ളത്തരങ്ങളൊന്നുമില്ലാത്ത ഒരു ലോകത്തെ ഞാൻ എൻ്റെ പവർ കൊണ്ട് ഇല്ലാതാക്കും. താങ്ക് യു, നമസ്കാരം, നന്ദി. സാർ പൊക്കോട്ടെ. താങ്ക് യു. സ്ത്രീ ശാക്തീകരണം. സ്ത്രീ ശാക്തീകരണം വളരെ നിർബന്ധമുള്ളൊരു സംഭവമാണ്. അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സ്ത്രീ ശാക്തീകരണം ലഭിക്കാണ്ട് മരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. സ്ത്രീ ശാക്തീകരണം കയ്യെത്തും ദൂരത്ത് ഏത് സ്ത്രീക്കും ലഭിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിൽ എത്തിക്കണം എന്നാണ് ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്. സാർ, ഫെമിനിസം. സുഹൃത്തുക്കളെ, എന്താണ് ഫെമിനിസം? എന്താവണം? എന്താവും? എന്തായിരിക്കണം? സാർ, അത് പറ്റത്തില്ല സാർ. നീ പറ. സാർ, പായസം തരാന്ന് പറഞ്ഞാൽ പറ്റിച്ചാണ് സാർ. സുഹൃത്തുക്കളെ, ഫെമിനിസം നമുക്ക് വേണോ? പകരം ഇക്വാളിറ്റി വരട്ടെ, അല്ലേ? മീൻ പിടിക്കാൻ കടലിൽ പോകുന്ന ആരാ? യുദ്ധത്തിന് പോയി മരിക്കുന്ന ആരാ? പുരുഷന്മാരാ, അല്ലേ വാസു? സ്വർണ്ണക്കനി പണിയെടുക്കുന്ന ആരാ? പുരുഷന്മാരാ. അങ്ങനെ കട്ടിയുള്ള എല്ലാ പണിയെടുക്കുന്ന പുരുഷന്മാരാ. എന്നിട്ട് സ്ത്രീകൾ പറയുന്ന അവരെ ആരും ബഹുമാനിക്കുന്നില്ല. നമ്മളൊരു ബസ്സിൽ കയറിയ സീറ്റ് പോലും സ്ത്രീകൾക്ക്, അതും മുന്നിൽ, നമ്മൾ പുറകിൽ. ഇതൊക്കെ മാറ്റണം. പകരം ഇക്വാളിറ്റി വരണം. അതല്ലേ സാർ? മതി. പിന്നെ അടുത്തത് ഒരു ചർച്ചയാണ്. വിഷയം സ്ത്രീധനം നല്ലതോ ചീത്തയോ? സ്ത്രീധനത്തെ പറ്റി പറ. സർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആശാനെ, സർ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്ത്രീധനം വളരെ മോശമാണ്. പ്രത്യേകിച്ച് ഈ സ്ത്രീധനമായിട്ട് ആഭരണം കൊടുക്കുന്നത് അതിലേറെ മോശമാണ്. കാര്യം, ഈ സ്ത്രീധനത്തിൽ കൊടുക്കുന്ന ആഭരണത്തിൻ്റെ തൂക്കവും പണിക്കൂലിയും വെച്ചിട്ടുള്ള പൈസ ഇത് വെക്കുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കൊടുക്കുമ്പോൾ മൊത്തം കാശായിട്ടും കൊടുത്തേക്കണം. അങ്ങനെയാണ് അപ്പം ലൈഫ് സെറ്റായില്ലേ? ശരിയല്ലേ? സാറ് കല്യാണം കഴിച്ചിട്ടുണ്ട്? സാറ് സ്ത്രീധനം വാങ്ങിച്ചിട്ടുണ്ടോ? നീ പോയിരുന്ന അവിടെ കൂടുതൽ ചോദ്യം ചോദിക്കണ്ട, അവിടെ പോയി ചെല്ലി. സാർ, നാണമില്ലല്ലോ ഇവരുടെ ഈ പ്രായത്തിൽ സ്ത്രീധനത്തെ പറ്റി ഇങ്ങനെ പറയാൻ. നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് അധ്വാനിച്ചുണ്ടാക്കണം. അല്ലാതെ വരുന്ന പെണ്ണിന്റെ അച്ഛൻ ഉണ്ടാക്കുന്നതാണോ നിങ്ങൾക്ക് മുണുങ്ങാൻ വേണ്ടത്? അപ്പോൾ നമ്മൾ മീരയ്ക്ക് മലയാളി മംഗ പട്ടം ചാർത്തുന്നു.